കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ബുധനാഴ്ച രാവിലെ മുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. പോളിംഗ് സാമഗ്രികൾ 20 കേന്ദ്രങ്ങളിൽ വെച്ചാണ് വിതരണം ചെയ്യുന്നത്. 11 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 8 നഗരസഭകളിലും കോർപ്പറേഷനിലുമായാണ് വിതരണ കേന്ദ്രങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഇരിട്ടി നഗരസഭയിലെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഇരിട്ടി MG കോളേജിൽ നടന്നു. ജില്ലയിൽ ആകെ 5472 സ്ഥാനാർത്ഥികളാണ് വ്യാഴാഴ്ച ജനവിധി തേടുന്നത്. ഇതിൽ 2838 വനിതകളും 2634 പുരുഷന്മാരുമാണ്. 678 പ്രവാസി വോട്ടർമാരും 9 ട്രാൻസ്ജെൻഡർ വോട്ടർമാരും ഉൾപ്പെടെ 20,92,681 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. 2305 പോളിംഗ് ബൂത്തുകൾ വോട്ടെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. പ്രശ്ന സാധ്യതയുള്ള 1025 ബൂത്തുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഈ ബൂത്തുകളിൽ കെൽട്രോൺ മുഖേന വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തുന്നുമുണ്ട്. കളക്ടറേറ്റിൽ കൺട്രോൾ റൂമും സജ്ജമാക്കിയിട്ടുണ്ട്. 50 ബൂത്തുകൾ മാവോവാദി ഭീഷണിയുള്ളതായും കണ്ടെത്തിയിട്ടുണ്ട്. സുരക്ഷയ്ക്കായി ജില്ലയിൽ 5100 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. സിറ്റി പോലീസ് ജില്ലയിൽ 2500 പേരും റൂറലിൽ 2600 പേരും CRPFന്റെ ഒരു കമ്പനിയും ജില്ലയിൽ വിന്യസിക്കുന്നുണ്ട്. നമ്മളുടെ ജില്ലയിലേക്ക് RAFന്റെ ടീം എത്തിയിട്ടുണ്ട്. ഏകദേശം 2500ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ട് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളായിട്ട് നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് പൂർണ്ണ അർത്ഥത്തിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഒരു സജ്ജീകരണത്തിൽ റെഡിയാണ് എന്നുള്ളത്. മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ സ്റ്റേഷനുകളിലും ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മീറ്റിങ്ങുകൾ നടത്തിയിട്ടുണ്ട്. പ്രാദേശിക അടിസ്ഥാനത്തിൽ ജില്ലാ അടിസ്ഥാനത്തിലുള്ള മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഇലക്ഷൻ ഉണ്ടാകുമെന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന സ്പോട്ടുകൾ കൂടുതലായിട്ടുള്ള പോലീസിൻ്റെ വിന്യാസം ഉണ്ടാകും. അവിടെ കൂടുതലായിട്ടുള്ള പെട്രോളിങ്, അഡീഷണൽ ആയിട്ടുള്ള ഗ്രൂപ്പ് പെട്രോൾ, ലോ ആൻഡ് ഓർഡർ പെട്രോൾ തുടങ്ങിയ സജ്ജീകരണങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അത്തരത്തിലൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് നമ്മൾ ലക്ഷ്യമിക്കുന്നത്. അത് നമുക്ക് കൈവരിക്കാൻ വേണ്ടി തീർച്ചയായിട്ടും